ഗസ യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ലോകത്തെങ്ങും ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ്. ഇസ്രായേലിന് ആയുധം നൽകുന്നത് ലോകരാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് പ്രതിഷേധങ്ങളിൽ ഉയരുന്ന പ്രധാന ആവശ്യം. ഇസ്രായേലിന് ആയുധം നൽകില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, ഒരു വർഷം തികയുകയാണ്. ഒരു ജനതയുടെ അതിജീവനം കൂടി നമ്മൾ ഈ ഒരു വർഷത്തിൽ കാണുകയുണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ, എവിടേക്ക് പോകുമെന്ന് പോലും അറിയാത്ത നിരവധി ആളുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? അമൃത, ഗസയിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി, വംശഹത്യ തുടർന്നിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ലോകത്താകെ ഈ ഒരു അധിനിവേശത്തിനെതിരെയും അതേപോലെ തന്നെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിനു വേണ്ടിയും ഉള്ള മുറവിളികൾ, പ്രകടനങ്ങൾ ആകെ അരങ്ങേറുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇന്നലെയും ഇന്നുമായി വിവിധങ്ങളായിട്ടുള്ള വലിയ പ്രകടനങ്ങൾ നടന്നു. ഇന്നലെ ലണ്ടനിൽ നടന്ന റാലിയിൽ 1,00,000-ഓളം പേരാണ് പങ്കെടുത്തത്. അതേപോലെ തന്നെ വാഷിങ്ടൺ, ന്യൂയോർക്ക്, പാരീസ്, റോം തുടങ്ങി ലോകത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധവിരുദ്ധ റാലികൾ നടക്കുകയാണ്. ഈ റാലികളെല്ലാം ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വരൂ എന്നാണ് ഈ മുദ്രാവാക്യങ്ങളെല്ലാം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നും ഈ മുദ്രാവാക്യം പറയുന്നു. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമായി ഇപ്പോൾ വരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതേ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കണം, ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണം എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുകയാണ്. ഫ്രാൻസ് ഒരിക്കലും ഇനി ഇസ്രായേലിന് ആയുധം നൽകില്ല എന്നുകൂടി ഇമ്മാനുവൽ മാക്രോൺ പറയുന്നുണ്ട്. അവിടെയുള്ള ഫ്രാൻസിലെ ഒരു ദേശീയ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു രാജ്യങ്ങളെ കൂടി ഇതിലേക്ക് വരാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ആശയം മുന്നോട്ട് വെച്ചതിൻ്റെ പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഫ്രാൻസിനെതിരെ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല, ചുറ്റുമുള്ള ഫ്രഞ്ച് കേന്ദ്രങ്ങളിലേക്ക് വരെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഭീഷണി പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉള്ളിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു യുദ്ധം ഒരു വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഈ സംഘർഷം ഇനിയും വ്യാപിക്കുമോ എന്നുള്ള വലിയ ആശങ്കയിലാണുള്ളത്. ഇസ്രായേൽ ഇറാനെതിരെ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് പുറമെ വരുന്ന വാർത്തകൾ. ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അമേരിക്ക ഇടപെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക യഥേഷ്ടം ആയുധവും സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ ടെൽ-അവീവിലെത്തി എങ്ങനെയായിരിക്കണം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും അമേരിക്കയുടെ പിന്തുണ അതേപോലെ തന്നെ തുടരുകയാണ്.